മറ്റേ എനിക്കൊരു സംശയമുണ്ട്. ഇത് നമ്മൾ ഈ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോഴോ അല്ലെ ഗസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴോ പലപ്പോഴായിട്ട് ഈ മുതിർന്നവരുടെ കൂടെ പെട്ടുപോകാറുണ്ട് ഈ സംസാരിക്കുമ്പോഴൊക്കെ. എന്നിട്ട് അതും കൂടാതെ ചില അങ്കിൾമാര് അല്ലേ മോനെ എന്ന് പറയാറുണ്ട്. ശരിയാ, എന്താ അപ്പൊ ചെയ്യാ? ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പോഴും എന്റെ ഡൗട്ടായിരുന്നു മോനെ ഇത്. അതായത് ചില വീടുകളിൽ നമ്മൾ ചെല്ലും, എല്ലാ വലിയ ആൾക്കാരും കൂടി സംസാരിക്കായിരിക്കും. അവര് പറയുന്ന കാര്യമൊന്നും നമുക്ക് മനസ്സിലാവത്തേ ഇല്ല, അല്ലേ ഉദ്ദേശിച്ചത്? അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് പേര് നമ്മൾ ഫോഴ്സ് ടു സിറ്റ് ദെയർ. ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കണ്ടോണ്ടിരിക്കും, എന്നിട്ട് അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കും, നമ്മള് ഇങ്ങനെ ഇരിക്കും, അല്ലേ? അതല്ലേ മോന്റെ ഉദ്ദേശം? അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഒന്ന് നമ്മൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. വലിയവരുടെ ടോക്സ് അല്ലേ, നമുക്ക് അവിടെ എന്ത് കാര്യം? നമ്മൾ പോയി എന്തെങ്കിലും വേറെ കളിക്കോ, അല്ലെങ്കിൽ വേറെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുമായിട്ട് വർത്തമാനം പറയുകയൊക്കെ ചെയ്യാം. നീ മോൻ പറഞ്ഞ പോലെ അല്ലേ മോനെ അങ്കിൾമാനോട് ഐ എം നോട്ട് ഷുവർ അങ്കിൾ എന്നൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോ അങ്ങ് നിൽക്കും. ചിലപ്പോ ആ അങ്കിൾ അങ്ങനെ മോൻ അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ മോൻ അറിയാമെന്ന് ഓർത്തോട്ടില്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടാനൊന്നും ചോദിക്കുന്ന ആയിരിക്കത്തില്ല. ഹീസ് ജസ്റ്റ് ആസ്കിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ നിങ്ങൾ ചിലപ്പോഴൊക്കെ എംബാരസ്ഡ് ആയി പോകും, അല്ലേ? എല്ലാവരും അഡൾട്ട് ടോക്ക് ഒക്കെ ചെയ്ത് ഹാ എന്ന് ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എന്നാ ഈ ചിരിയൊക്കെ മനസ്സിലാവുകയും ചെയ്ത് ചിരിക്കണോ? അതെ, ചിരിച്ചാ ഇപ്പൊ അവരൊന്നും വിചാരിച്ചു, ചിരിച്ചില്ലേ അവരൊന്നും വിചാരിച്ചു. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഏറ്റവും നല്ലത് അവിടുന്ന് അങ്ങ് ഒഴിവാകുക. എല്ലാരും വലിയവര് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല മോനെ എണീറ്റ് ചിലരങ്ങനെ പറയാറുണ്ട്. പക്ഷെ ചില സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. മോൻ അപ്പുറത്ത് പോയിക്കോ എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ വേറൊരാളുടെ വീട്ടിൽ പോകുമ്പോൾ അപ്പുറത്ത് പോയിക്കോന്ന് എങ്ങനെ പറയാം? അവരുടെ വീടിന്റെ അകത്ത് കയറി പോകാൻ പറ്റും? അതല്ല, അവരുടെ പ്രൈവസി ഉള്ള സ്ഥലങ്ങളാണ്, അവരുടെ ബെഡ്റൂം, അവിടെ ഒന്നും അങ്ങനെ ചാടി കയറി പോകാനും പറ്റില്ല, ഇപ്പൊ ഇരിക്കാനും പറ്റില്ല. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി എന്നായി ആൾക്കാരുടെ വർത്തമാനത്തിലേക്ക് ചെവി കൊടുക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്കൊക്കെ മാറി നിന്ന് സ്വയം എസ്കേപ്പ് ആവുക എന്നുള്ളതാണ് അതിനകത്തുള്ളത്. പിന്നെ വരുമ്പോ അവരെയൊക്കെ ഗ്രീറ്റ് ചെയ്യുകയും അവരോട് സംസാരിക്കുകയൊക്കെ വേണം താനും, അല്ലേ? അല്ലെങ്കിൽ അത് ഭയങ്കര അഹങ്കാരമായി പോകും. പക്ഷെ വലിയവരുടെ ടോക്കിൽ പിള്ളേർ വന്ന് പെട്ടുപോയാൽ അത് ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, നിങ്ങളും അനുഭവിക്കുന്നു, ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻ അവരനുഭവിക്കും. പക്ഷെ ഇറ്റ്സ് ബെറ്റർ യു ജസ്റ്റ് സ്കൂട്ട്. അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ മാറി വേറെ പിള്ളേരുണ്ട് അവരുമായിട്ട് കളിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ.